എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് 10th പ്രിലിംസ് പരീക്ഷയ്ക്കും ഇനി വരുന്ന പരീക്ഷകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മുടെ 5 days ചലഞ്ചിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നൽകാൻ പോകുന്നത് 2026-ലും അടുത്ത വർഷങ്ങളിലും നടന്ന പല വേദികളിലെയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഒരു ചോദ്യമെങ്കിലും ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. സാധാരണ എല്ലാ പരീക്ഷകൾക്കും വേദികൾ ഏത് എന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേദികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, 2026-ലെ നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം? ഉത്തരം അങ്കാറ, തുർക്കി. തുർക്കിയിലെ അങ്കാറയിലാണ് 2026-ലെ നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത്. അപ്പോൾ 2026-ലെ നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് തുർക്കിയിലെ അങ്കാറ. ഇനി നമുക്ക് അപ്പോൾ 2025-ലെ നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം? ഉത്തരം നെതർലാൻഡ്സിലെ ഹേഗ്. നെതർലാൻഡ്സിലെ ഹേഗിലാണ് 2025-ലെ നാറ്റോ ഉച്ചകോടി നടന്നത്. നമുക്കറിയാം, മിക്ക പരീക്ഷകൾക്കും ഈ വർഷത്തെ തന്നെ ചോദിക്കണമെന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലെയും ഇനി വരാൻ പോകുന്നതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നാറ്റോ ഉച്ചകോടിയുടെ 2026-ലെ വേദി തുർക്കിയിലെ അങ്കാറയാണെങ്കിൽ 2025-ലെ വേദി നെതർലാൻഡ്സിലെ ഹേഗ്. അടുത്ത ചോദ്യം, 2026-ൽ നടക്കാനിരിക്കുന്ന 48-49 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയാകുന്ന രാജ്യം? ഉത്തരം ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസിലാണ് 2026-ൽ നടക്കാനിരിക്കുന്ന 48-49 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയാകുന്നത്. അപ്പോൾ ഇനി 2025-ൽ നടക്കുന്ന 46-47 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയായ രാജ്യം മലേഷ്യ. മലേഷ്യയിലെ കോലാലംപൂരിലാണ് 2025-ൽ 46-47 ആസിയാൻ ഉച്ചകോടി വേദിയായി. അടുത്ത ചോദ്യം, 2026-ലെ G20 ഉച്ചകോടിയുടെ വേദി? ഉത്തരം മിയാമി, അമേരിക്ക. അമേരിക്കയിലെ മിയാമിയിലാണ് 2026-ലെ G20 ഉച്ചകോടിയുടെ വേദി. അപ്പോൾ 2025 G20 ഉച്ചകോടിയുടെ വേദി? ഉത്തരം ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് 2025-ലെ G20 ഉച്ചകോടി നടന്നത്. അപ്പോൾ G20 ഉച്ചകോടിയുടെ 2026-ലെ വേദി മിയാമി, അമേരിക്ക. 2025-ലെ വേദി ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം, അടുത്തത് G7 ഉച്ചകോടിയെക്കുറിച്ചാണ്. അപ്പോൾ 2026-ലെ G7 ഉച്ചകോടി, അതായത് 52-ാമത് G7 ഉച്ചകോടിയാണ് 2026-ൽ നടക്കുന്നത്. ആ 2026-ലെ G7 52-ാമത് ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. അതുപോലെ തന്നെ അപ്പോൾ 2025-ൽ നടന്ന G7 ഉച്ചകോടി എന്ന് പറയുന്നത് 51-ാമത് G7 ഉച്ചകോടിയാണ് 2025-ൽ നടന്നത്. അതിൻ്റെ വേദിയായിരുന്നത് കാനഡ. കാനഡയിൽ വെച്ചാണ് 51-ാമത് G7 ഉച്ചകോടി 2025-ൽ നടന്നത്. അപ്പോൾ G7 ഉച്ചകോടിയുടെ 2026-ലെ വേദി ഫ്രാൻസ്. 52-ാമത് G7 ഉച്ചകോടി 2026-ൽ ഫ്രാൻസിൽ വെച്ച് നടക്കുമ്പോൾ 2025-ലെ 51-ാമത് G7 ഉച്ചകോടി നടക്കുന്നത് കാനഡയിൽ വെച്ച്. ശ്രദ്ധയോടെ ആ നമ്പർ കൂടി പഠിക്കണം. അതോടൊപ്പം തന്നെ തെറ്റാതെ വേദികളും പഠിക്കുക. പല പരീക്ഷകളിലേക്കും നമുക്ക് ഇത് ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് 2026-ലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP31-ന്റെ വേദി? ഉത്തരം അന്റാലിയ, തുർക്കി. തുർക്കിയിലെ ആന്റാലിയയിലാണ് 2026-ലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP31 നടക്കുന്നത്. ഇനി 2026-ലെ COP30, അതായത് 2025-ലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP30ക്ക് വേദിയാകുന്നത് ബേലം, ബ്രസീൽ. ബ്രസീലിലെ ബേലത്ത് വെച്ചാണ് 2025-ലെ കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP30 നടന്നത്. ഇനി AI ഉച്ചകോടിയുടെ വേദികളാണ്. 2027 ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് 2027-ൽ നടക്കാൻ പോകുന്ന ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ജനീവയാണ്. അതേസമയം 2026-ൽ ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്.
അപ്പോൾ ഇന്ത്യയിൽ വെച്ചാണ് 2026 ഗ്ലോബൽ AI ഉച്ചകോടി നടന്നത്, ഇന്ത്യയിൽ വെച്ച്. ഇനി 2025 ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടി നടന്നത് ഫ്രാൻസ്. 2026 ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. 2027 ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ജനീവ. 26 AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. അതേസമയം 25 ഫ്രാൻസ്. തെറ്റാതെ കോഡൊക്കെ ഇട്ട് തെറ്റാതെ പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ ഉച്ചകോടികൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് നാറ്റോ ഉച്ചകോടിയാണ്. ഓർത്ത് പറയാനായിട്ട് ശ്രമിക്കുക. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയായ നഗരം അങ്കാറ, തുർക്കി. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലാൻഡ്സിലെ ഹേഗ്. 2026 48-49 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഫിലിപ്പീൻസ്. 2025 46-47 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ക്വാലാലംപൂർ, മലേഷ്യ. അടുത്തത് G20 ഉച്ചകോടിയാണ്. 2026 G20 ഉച്ചകോടിയുടെ വേദി മിയാമി, അമേരിക്ക. 2025 G20 ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് G7 ഉച്ചകോടിയാണ്. 52ാമത് G7 ഉച്ചകോടി 2026 വെച്ച് നടന്നത് ഫ്രാൻസ്. അതേപോലെ തന്നെ 51ാമത് 2025 51ാമത് G7 ഉച്ചകോടി നടന്നത് കാനഡ. ഇനി 2026 കാലാവസ്ഥ ഉച്ചകോടി COP31ൻ്റെ വേദി അന്റാലിയ, തുർക്കി. 2025 കാലാവസ്ഥ ഉച്ചകോടി COP30യുടെ വേദി ബേലം, ബ്രസീൽ. ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടി 2027 നടക്കാൻ പോകുന്നത് ജനീവയിൽ വെച്ച്. 2026 ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2025 ഗ്ലോബൽ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. ഓർത്ത് പറയാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്കത് ഓർമ്മയിൽ സൂക്ഷിക്കാനും പരീക്ഷയ്ക്ക് ശരിയായി എഴുതാനും സാധിക്കുകയുള്ളൂ. ഓർമ്മയിൽ വരാത്തവർ അവരവരുടെ രീതിയിലുള്ള കോഡുകൾ ഇട്ട് പഠിക്കാനായിട്ടും ശ്രമിക്കണം. ഇതിൽ നിന്ന് ഉറപ്പായും ഒരു ചോദ്യം നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അടുത്തത് 2026 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ വേദി. ഉത്തരം കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21 യോഗാ ദിനം ആചരിച്ചത്. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരണം നടന്നത് 2026 അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ വേദി കൊൽക്കത്ത. അടുത്തത് 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൻ്റെ വേദി. ഉത്തരം ബിലാസ്പൂർ, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടന്നത്. അടുത്ത ചോദ്യം 2026 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി. ഉത്തരം തൃശ്ശൂർ. തൃശ്ശൂരിൽ വെച്ചാണ് 2026 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. അടുത്തത് 2024 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി. ഉത്തരം കണ്ണൂർ. കണ്ണൂരിൽ വെച്ചാണ് 2026 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത്. അടുത്തത് 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. ഇനി 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് റിയോ ഡി ജനീറോ, ബ്രസീൽ. റിയോ ഡി ജനീറോയിലാണ് 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. അടുത്ത ചോദ്യം ഇനി ഒളിമ്പിക്സ് വേദിയാണ്. 2028 സമ്മർ ഒളിമ്പിക്സ് വേദി. ഉത്തരം ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കാനായിട്ട് പോകുന്നത്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. ഇനി 2032 സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ബ്രിസ്ബെൻ, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെനിൽ വെച്ചാണ് 2032 സമ്മർ ഒളിമ്പിക്സ് നടക്കാനായിട്ട് പോകുന്നത്. 2026 വിൻ്റർ ഒളിമ്പിക്സ് വേദി. ഉത്തരം മിലാനോ കോർട്ടിന ഡി ആംബസോ, ഇറ്റലി. ഇറ്റലിയിലെ മിലാൻ കോർട്ടിന ഡി ആംബസോയിലാണ് 2026 വിൻ്റർ ഒളിമ്പിക്സ് നടന്നത്.
അപ്പോൾ 2028 സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് അമേരിക്ക, 2032 സമ്മർ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ, 2026 വിൻ്റർ ഒളിമ്പിക്സ് വേദി മിലാൻ കോർട്ടിന ഡി ആംബസോ ഇറ്റലി. ഇനി അടുത്തത് കോമൺവെൽത്ത് ഗെയിംസ് വേദികളാണ്. ഇനി നടക്കാൻ പോകുന്ന 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി എന്ന് പറയുന്നത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. ഇനി 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ബർമിംഗ്ഹാം, ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ വെച്ചാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇനി 2026 ഫിഫ പുരുഷ വേൾഡ് കപ്പ് വേദി. ഉത്തരം 3 രാജ്യങ്ങളിലായാണ് ഇപ്പോൾ 2026 ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ. അടുത്തത് 2022 ഫിഫ പുരുഷ വേൾഡ് കപ്പിൻ്റെ വേദി. ഉത്തരം ഖത്തറിലാണ് 2022 ഫിഫ പുരുഷ വേൾഡ് കപ്പ് നടന്നത്. ഇനി 2026 20ാമത് ഏഷ്യൻ ഗെയിംസ് വേദി. 2026 20ാമത് ഏഷ്യൻ ഗെയിംസ് വേദി എന്ന് പറയുന്നത് ഐച്ചി നഗോയ, ജപ്പാനിലെ ഐച്ചി നഗോയയിലാണ് 2026 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത്. അടുത്ത ചോദ്യം 2022 19ാമത് ഏഷ്യൻ ഗെയിംസ് വേദി. ഉത്തരം ഹാങ്ഷു, ചൈനയിലെ ഹാങ്ഷുവിലാണ് ഇതിനു മുമ്പത്തെ 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 നടന്നത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി നടക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രധാനമായും വരാൻ സാധ്യതയുണ്ട്. 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയായിരുന്നത് ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. അതുപോലെ തന്നെ 2026 ഫിഫ പുരുഷ വേൾഡ് കപ്പിൻ്റെ വേദി അമേരിക്ക, കാനഡ, മെക്സിക്കോ. 2022 പുരുഷ വേൾഡ് കപ്പ് വേദിയായിരുന്നത് ഖത്തറാണ്. 2026 20ാമത് ഏഷ്യൻ ഗെയിംസ് വേദി എന്ന് പറയുന്നത് ഐച്ചി നഗോയ, ജപ്പാനിലെ ഐച്ചി നഗോയയിലാണ് 2026 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്. അതേസമയം 2022 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ഹാങ്ഷു, ചൈന. അപ്പോൾ ശ്രദ്ധിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം, തെറ്റാതെ പഠിക്കണം. ഇനി അടുത്തത് 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം. ഉത്തരം അസർബൈജാൻ. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം അസർബൈജാൻ. അടുത്തത് 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം ദക്ഷിണ കൊറിയ. 2026 പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം അസർബൈജാൻ ആണെങ്കിൽ 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം ദക്ഷിണ കൊറിയ. അടുത്തത് 2027 39ാമത് ദേശീയ ഗെയിംസ് വേദി. ഉത്തരം മേഘാലയയിലാണ് 2027 39ാമത് ദേശീയ ഗെയിംസ് നടക്കാൻ പോകുന്നത്. 2025 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയായിരുന്നത് ഉത്തരാഖണ്ഡ്. ഇപ്പോൾ 39ാമത് ദേശീയ ഗെയിംസാണ് 2027 മേഘാലയയിൽ വെച്ച് നടക്കുന്നത്. 2025 നടന്ന 38ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡായിരുന്നു. അടുത്തത് 2026 പുരുഷ 2020 ലോകകപ്പ് വേദി. ഉത്തരം ഇന്ത്യ, ശ്രീലങ്ക. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് 2026 പുരുഷ 2020 ലോകകപ്പ് നടന്നത്. നമുക്കറിയാം ഇന്ത്യയായിരുന്നു അതിലെ ജേതാക്കൾ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കണം. ഇന്ത്യയിൽ നടന്നതുമാണ്, ഇന്ത്യ ജേതാക്കളായതുമാണ്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് കൃത്യമായിട്ട് നോക്കി പഠിക്കണം ബാക്കി വിവരങ്ങളും. അടുത്ത ചോദ്യം 2028 പുരുഷ 2020 ലോകകപ്പ് വേദി. ഉത്തരം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമായാണ് 2028 ഇനി പുരുഷ 2020 വേൾഡ് കപ്പ് നടക്കാനായിട്ട് പോകുന്നു. അടുത്തത് 2030 പുരുഷ 2020 ലോകകപ്പ് വേദി. ഉത്തരം ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്. ഈ 3 രാജ്യങ്ങളിലായിട്ടാണ്
2030 പുരുഷ 2020 ലോകകപ്പ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 2026 ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് നടന്നത്. ഇന്ത്യ ജേതാക്കളായി. ഇനി 2028 പുരുഷ 2020 ലോകകപ്പ് നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമായാണ്. ഇനി അതിനുശേഷം 2030 പുരുഷ 2020 ലോകകപ്പ് നടക്കാനായിട്ട് പോകുന്നത് ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് 3 രാജ്യങ്ങളിലായാണ് 2030 പുരുഷ 2020 ലോകകപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്തത് 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ഉത്തരം ന്യൂഡൽഹി, ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ വെച്ചാണ് 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ന്യൂഡൽഹി, ഇന്ത്യ. ഇനി 2025 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായിരുന്നത് പാരീസ്, ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് 2025 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടന്നത്. അവസാനമായിട്ട് 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി. ഉത്തരം ബീഹാർ. അപ്പോൾ എല്ലാ വേദികളും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഇതിൽ നിന്നും ഉറപ്പായും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാകുന്ന ഒരു ചോദ്യം ഇത്തരത്തിലുള്ള വേദികളിൽ നിന്ന് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും കൃത്യമായിട്ട് പഠിച്ച് എല്ലാവരും ശ്രീലാളിതരായി ഉടനെ റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാനായിട്ട് സാധിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.